ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഉടൻ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം. അങ്ങനെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, നാനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ നാന ഗർഭിണിയായ ശേഷം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നാന എന്ത് ചെയ്യുന്നുണ്ട്, കിച്ചണിൽ പോയ സമയത്ത് അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, നാനയുടെ റൂമിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് നാനയുടെ ബാത്റൂമിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ എണ്ണയെ ചവിട്ടിയിട്ട് അവളെ വീഴണം, എന്നിട്ട് അവളെ കുഞ്ഞില്ലാതാവണം, അവളെ ഹോസ്പിറ്റലിൽ കിടക്കുകയും വേണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന്. ശേഷം അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, ആ എണ്ണ കുപ്പി എടുത്തിട്ട് അനാമികയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് റൂമിലെത്തിയിട്ട് അനാമിക പറയുന്നുണ്ട്, ഇപ്പോൾ അവളെ ഒരു കരച്ചിൽ കേൾക്കാം, അതോടുകൂടി എൻ്റെ മനസ്സിന് വല്ലാതൊരു സന്തോഷം ഉണ്ടാവും. ഈ സമയത്താണ് നായന കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകുന്നത്. കാല് വഴുതി നായന അവിടേക്ക് വീഴുന്നുണ്ട്. നായന വീണപ്പോഴുള്ള കരച്ചിൽ കേട്ടിട്ട് അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, റൂമിൽ നിന്ന് തുള്ളിച്ചാടുന്നുണ്ട്. ഈ പണി ഏറ്റു, എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് അനാമിക പറയുന്നുണ്ട്. കുറേ കാലമായി ഇവളുമാർ 3 പേരും കൂടി എന്നെ വട്ടം കറക്കാൻ തുടങ്ങിയിട്ട്, എൻ്റെ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവൾക്കിട്ടെങ്കിലും ഒരു മുട്ടം പണി കൊടുക്കാൻ കഴിഞ്ഞല്ലോ. എന്തായാലും അവൾ കിടന്ന് കരയുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, നാനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. നാനയുടെ കരച്ചിൽ കേട്ടിട്ട് അയ്യോ മോളെ എന്താ പറ്റിയെന്നും ചോദിച്ചുകൊണ്ട് ദേവ്യാനി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ദേവ്യാനി മാത്രമല്ല കേട്ടോ, നാനിയും ജലജിയും ജാനകിയും ഒക്കെ ഓടി വരുന്നുണ്ട്. ദേവ്യാനയാണെങ്കിൽ ഓടി വരുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത്, നാനയാണെങ്കിൽ ബോധമില്ലാതെ ബാത്റൂമിൽ കിടക്കുന്നതാണ്. ഓടിപ്പോയി നാനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദേവ്യാനി. അവയാണെങ്കിൽ ഓടിപ്പോയി നയനെ നിനക്ക് എന്താ പറ്റി, കണ്ണു തുറക്കടി എന്നും പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നയനെ. ഈ സമയത്ത് ജലജിയോട് ജാനകി പറയുന്നുണ്ട്, അനാമിക മോള് പണി തുടങ്ങിക്കഴിഞ്ഞു, അവളെ പണി തന്നെ ഇത് ഉറപ്പാ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്താ ജലജി നീ പറയുന്നത്, അനാമിക മോളാ ചെയ്തേന്നോ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, അയ്യോ ചേച്ചി ഞാൻ പറഞ്ഞതാ, ചിലപ്പോൾ അവളായിരിക്കും, അയ്യോ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലോ. ജലജ പറയുന്നുണ്ട്, അതിന് നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുന്നത് ചേച്ചി, നിങ്ങളെ മരുമകൾക്ക് ഇല്ലാത്തത് ഇവൾക്ക് എന്തിനാ? അപ്പോൾ ജാനകിക്ക് ഇത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ജാനകി നോക്കി നിൽക്കാതെ നീ ആരെങ്കിലും വിളിച്ചോണ്ട് വാ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കാം ചേച്ചി. എത്രയും പെട്ടെന്ന് ആംബുലൻസ് വരുന്നുണ്ട് കേട്ടോ. ജാനകി വിളിച്ചിട്ട് ശബ്ദം കേട്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? നയന ബോധമില്ലാതെ കാണുമ്പോഴേക്കും മുത്തശ്ശനൊരു നെഞ്ചുവേനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബെഡിലേക്ക് അങ്ങ് വീഴുകയാണ്. അയ്യോ അച്ഛ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ്. ആംബുലൻസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനെയും നായനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇനി എന്തായിരിക്കും സംഭവിക്കുക? നായനയ്ക്ക് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമോ? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.